മരണാസന്നനായാണ് ആ 11-കാരൻ ആശുപത്രിയിലെത്തിയത്. സ്വന്തം വീട്ടിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അവനെ അച്ഛനാണ് ആശുപത്രിയിലെത്തിച്ചത്. ആശുപത്രി കിടക്കയിൽ വെച്ച് മരണശ്വാസം വലിക്കുന്നതിനിടയിൽ ഡോക്ടർമാരോട് അവൻ ആ രഹസ്യം വെളിപ്പെടുത്തി. അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലാണ് സംഭവം. ഞായറാഴ്ച പുലർച്ചെയാണ് അവൻ ആശുപത്രിയിലെത്തിയത്. ഒന്നിലധികം തവണ കുത്തേറ്റ് അവനെ രക്തത്തിൽ കുളിച്ച നിലയിൽ വീട്ടിൽ കിടക്കുന്ന അവസ്ഥയിലാണ് കണ്ടെത്തിയത്. അവന്റെ അച്ഛൻ ബ്രൂസ് സീനിയർ അതേ വീട്ടിൽ തന്നെയായിരുന്നു താമസം. രാത്രി മകന്റെ നിലവിളി കേട്ടുണർന്ന് അദ്ദേഹം ചെന്ന് നോക്കുമ്പോൾ മകൻ ജീവനു വേണ്ടി പിടയുകയായിരുന്നു. അവന്റെ അമ്മ മേരി ജോൺസൺ മറ്റൊരു മുറിയിൽ അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. പിന്നാലെ ജോൺസൺ ഇരുവരെയും ആശുപത്രിയിലെത്തിച്ചു. അവിടെ വെച്ചാണ് അന്ത്യശ്വാസം വലിക്കുന്നതിന് മുൻപ് തന്റെ കൊലയാളിയുടെ പേര് അവൻ വെളിപ്പെടുത്തിയത്. മേരിക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്ന് കരുതുന്നു. മനോരോഗിയായ ഇവർ മുൻപും ഇതുപോലെ മകനെ ഉപദ്രവിക്കാനും അപായപ്പെടുത്താനും ശ്രമിച്ചതായി പറയുന്നു. മകന്റെ ജീവന് ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കിയ ജോൺസൺ ഭാര്യയിൽ നിന്നും അകന്നു കഴിയാൻ തീരുമാനിക്കുകയായിരുന്നു. മകന്റെ സുരക്ഷയ്ക്കായി അദ്ദേഹം ഒക്ലഹോമയിൽ നിന്നും ന്യൂ മെക്സിക്കോയിലേക്ക് താമസം മാറി. പുതിയിടത്തിലെങ്കിലും തങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. അതേസമയം ജൂണിൽ മേരി വിചിത്രമായ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ അവർ പറഞ്ഞതിങ്ങനെ: ദൈവമാകാൻ നിങ്ങൾ ദൈവത്തിന്റെ ബിരുദം നേടൂ, അവനവനിൽ വിശ്വസിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, ദയ പ്രചരിപ്പിക്കുക എന്നിവ മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നാൽ ഇതേ മേരി തന്നെ മറ്റൊരിടത്ത് എഴുതി: ഞാൻ ചിന്തിക്കുന്നതെല്ലാം അവന് കേൾക്കാമെന്ന് ഞാനും എന്റെ മകനും കണ്ടെത്തി. എനിക്ക് ദൈവത്തെ ഇഷ്ടമല്ല. ഞാൻ നിന്നോട് സംസാരിക്കുന്നത് എന്റെ മകൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. മറ്റമ്മമാർക്കും ഈ പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതോ ഞാൻ ആ 2% പെടുമോ? ഇതാണ് എനിക്ക് കുട്ടികളെ വേണ്ടാത്തത്. അവർ സ്വാതന്ത്ര്യം നൽകുന്നില്ല. അമ്മയ്ക്ക് മകനോടുള്ള വെറുപ്പ് ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. അമ്മയുടെ എല്ലാ സ്വാതന്ത്ര്യവും ഇല്ലാതാക്കുന്ന ഒരു സൗര്യക്കേടായി അവർ മകനെ കണ്ടു. സംഭവത്തിന് മുൻപുള്ള 40 ദിവസം അവർക്ക് മകനെ കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ വിവാഹമോചനത്തിന് മുൻപ് മേരി മകനോടൊപ്പം അവസാനമായി കുറച്ചു സമയം ചെലവഴിക്കട്ടെ എന്ന് കരുതിയാണ് പിതാവ് മേരിയെ തങ്ങൾക്കൊപ്പം താമസിപ്പിച്ചത്. പക്ഷേ അത് മകന്റെ മരണത്തിലേക്കാണ് കലാശിച്ചത്. എന്തായാലും ഇപ്പോൾ അപകടനില തരണം ചെയ്ത മേരിയെ ടെക്സസിലെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൊലപാതകത്തിന് പോലീസ് മേരിയെ ഉടൻ അറസ്റ്റ് ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.